ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബൈബിൾ ചരിത്ര വഴിയിലൂടെ ഉൽപ്പത്തി പുസ്തകത്തിൽ 11-ാം അധ്യായം തൊട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദൈവം അബ്രാഹത്തെ വിളിക്കുന്നു. ഇന്നത്തെ ഇറാഖിൻ്റെ തലസ്ഥാനമായ ബാഗ്ദാദിൻ്റെ സൗത്ത് ഭാഗത്തായ ഊരിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് ദൈവം അബ്രാഹത്തെ വിളിച്ചു. അബ്രാഹം ദൈവത്തിൻ്റെ വിളി കേട്ട് യാത്ര പുറപ്പെട്ട് കാനാനിൽ എത്തിച്ചേരുന്നു. അബ്രാഹത്തിന് സാറായിൽ ഒരു സന്തതി ജനിക്കുമെന്നും നല്ല ദൈവത്തിൻ്റെ വാഗ്ദാനം അനുസരിച്ച് ഇസഹാക്ക് ജനിക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നു, നീ നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ മടിക്കായക കൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു, ഞാൻ നിന്നെ സമർത്ഥമായി അനുഗ്രഹിക്കും. നീ എൻ്റെ വാക്കനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഇസഹാക്കിന് യാക്കോബും ഏസാവും ജനിക്കുന്നു. യാക്കോബിൻ്റെ 12 പുത്രന്മാർ. അതിൽ ജോസഫിനെ സഹോദരന്മാർ ഈജിപ്തിന് വിൽക്കുന്നു. ഈജിപ്തിൽ ജോസഫ് അവിടുത്തെ രാജാവിൻ്റെ പ്രധാന സ്ഥാനപതിയായിട്ട് മാറുകയും ലോകം മുഴുവൻ ഭക്ഷ്യക്ഷാമം ഉണ്ടാകുകയും ആ സമയത്ത് ജോസഫ് ഈജിപ്തിൽ വിളകളെല്ലാം ശേഖരിച്ച് വെച്ച്, ഈജിപ്തിൽ മാത്രമാണ് അന്ന് ധാന്യങ്ങളുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ധാന്യം വാങ്ങാനായിട്ട് യാക്കോബിൻ്റെ മറ്റ് പുത്രന്മാരെല്ലാവരുടെ കൂടി ഈജിപ്തിൽ വരികയും ലാസ്റ്റ് ജോസഫ് തന്നെ സഹോദരർക്ക് വെളിപ്പെടുത്തുകയും അങ്ങനെ യാക്കോബും സഹോദരരും എല്ലാവരും കൂടി ഈജിപ്തിൽ വന്ന് അവിടെ താമസിക്കുകയൊക്കെ ചെയ്യുന്നു. യാക്കോബ് മരിച്ചു, ജോസഫും മരിച്ചു. ഇവരെ അറിയാത്ത ഒരു ഫറവോ ഈജിപ്തിൽ അധികാരത്തിലോട്ട് വരികയാണ്. ഇസ്രായേലിൻ്റെ ജനസംഖ്യ വളരെയധികം വർദ്ധിച്ചിരിക്കുന്നത് കണ്ട് ഈജിപ്തുകാർ ഭയപ്പെട്ടു. ഒരു യുദ്ധമുണ്ടായാൽ അവർ ശത്രുപക്ഷത്ത് ചേർന്ന് ഈജിപ്തിനെ ആക്രമിക്കും, അല്ലെങ്കിൽ ഈജിപ്തിനെ നശിപ്പിക്കുമെന്ന് കരുതി കൂട്ടി അവർ ഈജിപ്തുകാർക്ക് കഠിനമായിട്ടുള്ള വേലകൾ ചെയ്യിക്കാനും ഒക്കെ തുടങ്ങി. അവരെ പീഡനങ്ങൾ ഒക്കെ ഏൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം ഈജിപ്തിലെ ഇസ്രായേൽ മക്കൾ ദൈവത്തോട് കരഞ്ഞപേക്ഷിച്ചു. അപ്പോൾ അവരുടെ മോചനത്തിനായിട്ട് ദൈവം നമുക്ക് പുറപ്പാടി കാണാൻ സാധിക്കും, മോശയെ അയക്കുന്നു. ദൈവം അബ്രാഹത്തിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി ഓർത്ത് ദൈവം അവരെ കടാക്ഷിച്ചു, അവരെ അനുഗ്രഹിക്കുകയാണ്. അങ്ങനെ മോശയുടെ നേതൃത്വത്തിൽ അവർ ഈജിപ്തിൽ നിന്ന് പുറത്ത് കടക്കുന്നു. ഈജിപ്തിൽ 10 മഹാമാരികൾ അയച്ച് ദൈവം ഈജിപ്തിനെ ശിക്ഷിച്ച് തൻ്റെ ജനത്തെ പുറത്തു കൊണ്ടുവരികയാണ്. അങ്ങനെ അവിടെ ആദ്യത്തെ പെസഹ ആചരണവും അതേ തുടർന്ന് അവർ പുറപ്പാട് കാനാൻ ദേശത്തേക്കുള്ള അവരുടെ പുറപ്പാട് അവിടെ ആരംഭിക്കുകയാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 19-ാം അധ്യായത്തിൽ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ 3-ാം മാസം 1-ാം ദിവസം സീനായ് മരുഭൂമിയിലെത്തി. അവിടെ അവർക്ക് ദൈവം 10 കൽപ്പനകൾ, സീനായ് ഉടമ്പടി 10 കൽപ്പനകൾ നൽകുന്നു. നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനതകളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും.
നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കും. അങ്ങനെ ഒരു പിതാവും മക്കളും എന്ന ബന്ധത്തിലേക്ക് അവരെ ക്ഷണിക്കുകയാണ്. പിന്നെ ഇസ്രായേൽക്കാർ സമാഗമ കൂടാരം ഉണ്ടാക്കുന്നു. അവരേകദേശം 1 വർഷത്തോളം സീനായിലായിരുന്നു കൂടാര പ്രതിഷ്ഠ. പിന്നെ നമുക്ക് ലേവ്യരുടെ പുസ്തകത്തിലോട്ട് കടക്കുമ്പോൾ ലേവ്യരുടെ പുസ്തകത്തിൽ ബലിയർപ്പണത്തെക്കുറിച്ചുള്ള നിയമങ്ങളാണ്. ദഹനബലി, ധാന്യബലി, സമാധാന ബലി, പാപപരിഹാര ബലി, പ്രായശ്ചിത്ത ബലി, ശുദ്ധീകരണ നിയമങ്ങൾ, ബാഹ്യമായ അനുഷ്ഠാനങ്ങൾ ആന്തരികമായ വിശുദ്ധിയുടെ അടയാളങ്ങളാണെന്ന് ദൈവം മനുഷ്യന് നിയമങ്ങൾ നൽകിക്കൊണ്ട് പറയുകയാണ്. ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കണം. അതിലേക്ക് നിങ്ങളെ നയിക്കുന്ന നിയമങ്ങളാണ് ലേവ്യരുടെ പുസ്തകത്തിൽ നൽകുന്നത്. പിന്നീട് സംഖ്യയുടെ പുസ്തകം. സംഖ്യയുടെ പുസ്തകത്തിലെ 10-ാം അധ്യായത്തിൽ സീനായ് മരുഭൂമിയിൽ നിന്ന് ഇസ്രായേൽ ജനം പുറപ്പെടുന്നു. 1-ാം അധ്യായത്തിലെ 1-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ 2-ാം വർഷം 2-ാം മാസം 1-ാം ദിവസം എന്ന് പറഞ്ഞാണ് അത് തുടങ്ങുന്നത്. സീനായ് മലയിലെത്തിയ ജനം അവിടെ നിന്ന് പുറപ്പെട്ട് വാഗ്ദത്ത ഭൂമിയുടെ അതിർത്തിയിൽ മൊവാബ് താഴ്വരയിലെത്തുന്നത് വരെയുള്ള ഏകദേശം 40 വർഷത്തെ ചരിത്രമാണ് ഈ ഗ്രന്ഥത്തിലുള്ളത്. ഈ കാലഘട്ടത്തിൻ്റെ ആരംഭത്തിലും അവസാനത്തിലും 1-ാം അധ്യായത്തിലും 26-ാം അധ്യായത്തിലും ഓരോ ജനസംഖ്യാ കണക്കെടുപ്പുണ്ട്. സീനായ് മരുഭൂമിയിൽ നിന്ന് കാദേശ് ബർണയ കാനാൻ ദേശത്തിന് അടുത്തുവരെ അവർ എത്തിച്ചേർന്നു. കാനാൻ ദേശം ഉറ്റുനോക്കാനായിട്ട് മോശ അയച്ചവരിൽ ജോഷയും കാലേബും ഒഴികെ മറ്റെല്ലാവരും ഭീരുക്കളായി വർത്തിക്കുന്നു. ബാക്കിയുള്ള 38 വർഷക്കാലം ദൈവത്തിനെതിരെ തെറ്റ് ചെയ്യുന്നത് കൊണ്ട് മരുഭൂമിയിൽ അലയുന്ന കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ഭയപ്പെട്ട എൻ്റെ കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ മഹത്വവും ഈജിപ്തിലും മരുഭൂമിയിലും വെച്ച് ഞാൻ ചെയ്ത അടയാളങ്ങളും കണ്ടിട്ടും എന്നെ 10 പ്രാവശ്യം പരീക്ഷിക്കുകയും എൻ്റെ സ്വരം അവഗണിക്കുകയും ചെയ്ത ഈ ജനത്തിൽ ആരും അവരുടെ പിതാക്കന്മാർക്ക് ഞാൻ വാഗ്ദാനം ചെയ്ത ദേശം കാണുകയില്ല. എന്നെ നിന്ദിച്ചവരാരും അത് കാണുകയില്ല. എന്നാൽ എൻ്റെ ദാസനായ കാലേബിനെ അവൻ ഉറ്റുനോക്കിയ ദേശത്തേക്ക് ഞാൻ കൊണ്ടുപോകും. അവൻ്റെ സന്തതികൾ അത് കൈവശമാക്കും. എന്തെന്നാൽ അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്. അവൻ എന്നെ പൂർണ്ണമായി അനുഗമിക്കുകയും ചെയ്തു. അങ്ങനെ ജോഷയും കാലേബും ഒഴിച്ച് ബാക്കി ആരും ആദ്യത്തെ ജനസംഖ്യയുടെ കണക്കെടുപ്പിൽ പങ്കുചേർന്ന ആരും കാനാൻ ദേശത്ത് പ്രവേശിക്കുന്നില്ല. അവരുടെ മക്കളും അവരുടെ തലമുറകളാണ് പിന്നീട് കാനാൻ ദേശത്ത് പ്രവേശിക്കുന്നത്. 40 ദിവസം നിങ്ങൾ ആ ദേശം രഹസ്യ നിരീക്ഷണം നടത്തി. ഒരു ദിവസത്തിന് 1 വർഷം വീതം 40 വർഷത്തേക്ക് നിങ്ങളുടെ അകൃത്യത്തിന് നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്യണം. അങ്ങനെ ഇസ്രായേൽക്കാർ 40 വർഷം മരുഭൂമിയിൽ അലഞ്ഞു തിരിയാനിടയായി. പിന്നീട് നമ്മൾ നിയമാവർത്തന പുസ്തകം. നിയമം രണ്ടാമതും ആവർത്തിക്കുന്നു. മരുഭൂമിയിൽ ജോഷുവ, കാലേബ് ഒഴിച്ച് ബാക്കി എല്ലാവരും മരിച്ചുപോയി. പിന്നീട് അവരുടെ മക്കളോടാണ്. അവർക്ക് ഈ നിയമത്തെക്കുറിച്ചോ ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്ത വൻ കാര്യങ്ങളെക്കുറിച്ചോ അറിവില്ലാത്തതുകൊണ്ട് നിയമത്തെക്കുറിച്ച് വിശദീകരിച്ചു കൊടുക്കുന്നു. ഈ നിയമാവർത്തന പുസ്തകമാണ് യഹൂദരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. ക്രിസ്തു ഏറ്റവും അധികം ഉദ്ധരിച്ചിട്ടുള്ള പഴയ നിയമ ഗ്രന്ഥം നിയമാവർത്തനമാണ്. ജോഷുവ മോശയുടെ പിൻഗാമിയാകുന്നു. മോശയുടെ അന്തിമ വചസ്സുകളും മോശയുടെ മരണവും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും.
ജോഷുവയുടെ പുസ്തകത്തിലൂടെ നമ്മൾ പോകുമ്പോൾ വാഗ്ദത്ത ഭൂമിയിലേക്ക് ദൈവജനത്തെ നയിക്കുന്നതിനോ അവിടെ കാലുകുത്തുന്നതിനോ ദൈവം മോശയെ അനുവദിച്ചില്ല. ദൂരെ നിന്ന് ദേശം നോക്കി കാണാൻ മാത്രമേ അദ്ദേഹത്തിന് സാധിച്ചുള്ളൂ. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം വാഗ്ദത്ത ഭൂമി ഇസ്രായേൽ ജനത്തിന് നൽകുക തന്നെ ചെയ്തു. മോശയുടെ പിൻഗാമിയായി ജോഷുവ കാനാൻ ദേശം കൈയടക്കുക, അത് ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് ഭാഗിച്ചു കൊടുക്കുക എന്നീ ശ്രമകരമായ 2 ദൗത്യങ്ങളാണ് ജോഷയ്ക്ക് ഉണ്ടായിരുന്നത്. ജോഷയുടെ പുസ്തകത്തിൽ അവർ കാനാനിൽ പ്രവേശിക്കാനായിട്ട് ഒരുങ്ങുന്നു. ജെറീക്കോയിലോട്ട് അവർ ചാരന്മാരെ അയച്ച് അങ്ങനെ ജെറീക്കോ നോക്കി കാണുന്നു. പിന്നീട് ജോഷു ജനത്തോട് പറയുന്നു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഒരു വാഗ്ദാന പേടകം എടുത്ത് ജനങ്ങൾക്ക് മുമ്പേ നടക്കുവിനെന്ന് അവൻ പുരോഹിതന്മാരോട് പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. പുരോഹിതന്മാരുടെ കാലുകൾ ജോർദാൻ നദിയുടെ വെള്ളത്തിൽ തൊട്ടപ്പോഴേ ജോർദാനിലെ വെള്ളം രണ്ടായി പകുത്തപ്പെട്ട് വരണ്ട നിലത്തോടെ ജോർദാൻ നദി കടക്കുകയാണ്. പിന്നീട് ഇസ്രായേൽ ജനം ഗിൽഗാലിൽ വന്നെത്തുന്നു. ജെറീക്കോ ആക്രമിക്കുന്നു. ജെറീക്കോയുടെ പതനമാണ് നമുക്ക് പിന്നീട് കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ജോഷുവ കാനാൻ ദേശം 12 ഗോത്രങ്ങൾക്കായിട്ട് വിഭജിച്ചു കൊടുക്കുന്നു. ജോഷുവയുടെ മരണത്തോടെ ജോഷുവയുടെ പുസ്തകം അവസാനിക്കുകയാണ്. പിന്നീട് ന്യായാധിപന്മാർ. BC 13-ാം നൂറ്റാണ്ടിലാണ് ഇസ്രായേൽ കാനാൻ ദേശത്തെത്തുന്നത്. ജോഷുവയുടെ മരണത്തിന് ശേഷം സാവൂൾ രാജാവായി. സാവൂൾ രാജാവിൻ്റെ കാലം വരെ ഇസ്രായേൽ ജനങ്ങളെ ബാഹ്യശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയുള്ള 12 ന്യായാധിപന്മാരുടെ ചരിത്രമാണ്. ഒത്നിയേൽ, ഏഹൂദ്, ശംഗർ, ദബോറ, ബാറക്, ഗിദയോൻ, തോല, ജായിർ, ജഫ്ത, ഇബ്സാൻ, ഏലോൻ, അബ്ദോൻ, സാംസൺ എന്നീ ന്യായാധിപന്മാർ ഇസ്രായേൽ ജനത്തെ രക്ഷിക്കാനായിട്ട്, ബാഹ്യശത്രുക്കളിൽ നിന്നും രക്ഷിക്കാനായിട്ട് ദൈവത്താൽ നിയുക്തരായവരാണ് ഈ ന്യായാധിപന്മാർ. അവർ ന്യായപാലകരായിട്ടല്ല, യുദ്ധവീരന്മാരായിട്ടാണ് അറിയപ്പെട്ടത്. ഇനി റൂത്തിൻ്റെ പുസ്തകം. യഹൂദ വംശജയല്ലാത്തവളും മൊവാബിയയുമായ റൂത്തിൻ്റെ പേരിൽ പഴയ നിയമത്തിലെ ഒരു പുസ്തകം അറിയപ്പെടുക അസാധാരണമാണ്. സുഹൃദിനിയും വിശ്വസ്തയുമായ റൂത്തിനെ ദൈവം അനുഗ്രഹിച്ചു. റൂത്തിൻ്റെ ഭർത്താവ് ഒരു ഇസ്രായേൽക്കാരനായിരുന്നു. റൂത്ത് തൻ്റെ ഭർത്താവിൻ്റെ ദൈവത്തോടും അമ്മായിയമ്മയോടും വിശ്വസ്തത പുലർത്തിക്കൊണ്ട് നവോമിയോടൊപ്പം ജെറുസലേമിലേക്ക് വന്നു. ബോവാസിൻ്റെ ഭാര്യയായിക്കൊണ്ട് അവളുടെ പേര് ദാവീദിൻ്റെ പിതാക്കന്മാരുടെ പട്ടികയിലും യേശുവിൻ്റെ വംശാവലിയിലും ഉൾപ്പെട്ടു. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി സാർവത്രികമാണ് എന്നതിൻ്റെ സൂചനയാണ് ഇവിടെ കാണുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ദാവീദിൻ്റെ പിതാവ് ജസ്സയുടെ പിതാവ് ഓബദ് ബോവാസിന് റൂത്തിൽ ജനിച്ച പുത്രനാണ് ഓബദ്. പിന്നീട് നമുക്ക് 1-2 സാമുവേലിൻ്റെ പുസ്തകം നമുക്ക് കാണാൻ സാധിക്കും. അവസാനത്തെ ന്യായാധിപനായ സാമുവേലിൻ്റെ കാലം മുതൽ ദാവീദിൻ്റെ ഭരണത്തിൻ്റെ അവസാനം വരെയുള്ള ചരിത്രമാണ് സാമുവേലിൻ്റെ പേരിലുള്ള 2 പുസ്തകങ്ങളുടെ ഉള്ളടക്കം. BC 1200 തൊട്ട് BC 1050 വരെയുള്ള വർഷങ്ങൾ. BC 1050 ഇസ്രായേലിന് ഫിലിസ്ത്യരുടെ ഭീഷണി വർദ്ധിക്കുകയും ഒരു രാജാവുണ്ടായാൽ തങ്ങൾക്ക് സമാധാനവും ഐശ്വര്യവും ലഭിക്കുമെന്ന് ജനം പ്രതീക്ഷിച്ചു. സാമുവേൽ അങ്ങനെ ബെഞ്ചമിൻ ഗോത്രജനായ കിഷിൻ്റെ മകൻ സാവൂളിനെ അഭിഷേകം ചെയ്ത് രാജാവാക്കി. ഫിലിസ്ത്യർക്കെതിരെയുള്ള യുദ്ധങ്ങളിൽ വിജയം വരിച്ചെങ്കിലും ദൈവഹിതത്തിനു വിരുദ്ധമായി പ്രവർത്തിച്ചതുകൊണ്ട് സാവൂൾ തിരസ്കൃതനായി. 1050 മുതൽ 1010 വരെ സാവൂളിൻ്റെ ഭരണകാലം. അതിനുശേഷം ദാവീദ് രാജാവായി.
1010 മുതൽ 970 വരെ ദാവീദ് ഭരിച്ചു. 1-2 രാജാക്കന്മാർ. സാമുവേലിൻ്റെ ജനനം മുതൽ ദാവീദ് രാജാവിൻ്റെ ഭരണകാലം ഉൾപ്പെടെയുള്ള കാലത്തെ ഇസ്രായേൽ ചരിത്രമാണ് 1-2 സാമുവേലിൻ്റെ പുസ്തകങ്ങളിൽ വിവരിച്ചിരിക്കുന്നത്. ഭരണമേൽക്കുന്നത് മുതൽ BC 587 ജെറുസലേം നശിക്കുന്നത് വരെയുള്ള ചരിത്രമാണ് 1-2 രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം. സോളമൻ കിരീടാവകാശിയാകുന്നത് 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സോളമൻ്റെ ഭരണകാലത്ത് ഇസ്രായേൽ ജനം ഐശ്വര്യത്തിലും സമാധാനത്തിലും കഴിഞ്ഞു. സോളമൻ്റെ ജ്ഞാനം എല്ലാ കാലത്തും പ്രകീർത്തിക്കപ്പെടുന്നു. രക്ഷകനെക്കുറിച്ച് ദാവീദിനോട് ചെയ്ത വാഗ്ദാനം, നിന്റെ സന്തതിയെ ഞാൻ ഉയർത്തും, ആദ്യമായി സോളമനിൽ നിറവേറി. ദാവീദ് പണിയാൻ ആഗ്രഹിച്ച ദേവാലയം സോളമൻ നിർമ്മിച്ചു. എന്നാൽ വിജാതീയ ഭാര്യമാർ അവസാന നാളുകളിൽ സോളമനെ അന്യദേവന്മാരിലേക്ക് തിരിച്ചു. അദ്ദേഹത്തിന് ധാരാളം എതിരാളികൾ ഉണ്ടായി. 12-ാം അധ്യായത്തിൽ സോളമൻ്റെ മകനായ റഹോബോവാമിൻ്റെ കാലത്ത് രാജ്യം വിഭജിക്കപ്പെട്ടു എന്ന് കാണാം. റഹോബോവാം ജനത്തോട് കഠിനമായി പെരുമാറിയതുകൊണ്ട് ജെറോബോവാമിൻ്റെ കീഴിൽ 10 ഗോത്രങ്ങൾ അണിനിരക്കുന്നതും അങ്ങനെ രാജ്യം വിഭജിക്കപ്പെടുന്നതും നമുക്ക് കാണാൻ സാധിക്കും. 10 ഗോത്രങ്ങൾ ചേർന്ന് ഇസ്രായേൽ എന്നൊരു രാജ്യം. അതിൻ്റെ തലസ്ഥാനം സമരിയ. 2 ഗോത്രങ്ങൾ ചേർന്ന് യൂദാ രാജ്യം. അതിൻ്റെ തലസ്ഥാനം ജെറുസലേം. യൂദാ ബെഞ്ചമിൻ ഗോത്രമാണ് റഹോബോവാമിൻ്റെ കൂടെ തെക്ക് ഭാഗത്ത് സൗത്ത് ഇസ്രായേൽ എന്ന് പറയപ്പെടുന്നു. ജെറോബോവാം ദൈവത്തിൽ നിന്ന് അകലുന്നത് എങ്ങനെയാണ്? നമുക്ക് കാണാൻ സാധിക്കും, യൂദാ രാജ്യത്താണ് ജെറുസലേം ദേവാലയം. അതുകൊണ്ട് ജനം ആരാധിക്കാനായിട്ട് ജെറുസലേം ദേവാലയത്തിൽ കർത്താവിൻ്റെ ഭവനത്തിൽ ബലിയർപ്പിക്കാനായി പോയാൽ യൂദാ രാജാവായ റഹോബോവാമിൻ്റെ നേർക്ക് അവരുടെ മനസ്സ് തിരിയുകയും അവർ എന്നെ വധിച്ച് അവനെ അനുഗമിക്കുമെന്നും വിചാരിച്ച് 2 സ്വർണ്ണ കാളക്കുട്ടികളെ നിർമ്മിച്ച് ബഥേലിലും ദാനിലും പ്രതിഷ്ഠിച്ചു. അവൻ പൂജാഗിരികളുണ്ടാക്കി ലേവി ഗോത്രത്തിൽ പെടാത്തവരെ പുരോഹിതന്മാരാക്കി. അങ്ങനെ ആഹാബ് രാജാവിൻ്റെ കാലത്താണ് ഇസ്രായേൽ ദൈവത്തിൽ നിന്ന് ഏറ്റവും അധികം അകന്നു പോയത്. അങ്ങനെ ജെറോബോവാമിൻ്റെ തിന്മ അങ്ങനെ വീണ്ടും എല്ലാ രാജാക്കന്മാരും പിന്തുടർന്ന് ആഹാബ് രാജാവിൻ്റെ അടുത്തെത്തിയപ്പോഴത്തേക്കും ഏറ്റവും അധികം ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്ന് അകന്നുപോയി. BC 721 ഇസ്രായേൽ നശിപ്പിക്കപ്പെട്ടു. 2 രാജാക്കന്മാർ. 17-ാം അധ്യായത്തിൽ സമരിയായുടെ പതനം. അസീറിയ രാജാവായ ശൽമനേസർ ഇസ്രായേൽ ജനത്തിന് പകരം ബാബിലോൺ, കുത്ത, ഔവ, ഹമാദ്, സെഫാർവയീം എന്നിവിടങ്ങളിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് ഇസ്രായേൽ ജനത്തിന് പകരം സമരിയ നഗരങ്ങളിൽ പാർപ്പിച്ചു. അങ്ങനെ അവർ സമരിയ സ്വന്തമാക്കി അതിൻ്റെ നഗരങ്ങളിൽ വസിച്ചു. അങ്ങനെ സമരിയായിൽ ഈ വിജാതീയരും യഹൂദരും ഉണ്ടായിരുന്നു. അവർ തമ്മിൽ ഇടകലരുകയും വിവാഹം കഴിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെയാണ് സമരിയാക്കാർ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തിന് സമരിയാക്കാർ നിഷിദ്ധമാകുന്നത് എന്നൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. 2 രാജാക്കന്മാർ 17-ാം അധ്യായം 17-ാം അധ്യായത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. അതിൻ്റെ അവസാനം 25-ാം അധ്യായത്തിൽ ജെറുസലേമിൻ്റെ പതനം, ദേവാലയം നശിപ്പിക്കപ്പെടുന്നു. ജെറുസലേം യൂദാ ഗോത്രം, യൂദാ രാജ്യം, അതിൻ്റെ തലസ്ഥാനമായിരുന്നു ജെറുസലേം. അങ്ങനെ യൂദാ ബാബിലോൺ പ്രവാസത്തിലോട്ട് പോവുകയാണ്. ഇസ്രായേൽ BC 721 ഇസ്രായേലിനെ ശൽമനേസർ തോൽപ്പിച്ചു. അങ്ങനെ ഇസ്രായേൽ നശിപ്പിക്കപ്പെട്ടു. അപ്പോൾ അവർക്ക് ഹോസിയ രാജാവായിരുന്നു അപ്പോൾ അവിടെ ഭരിച്ചിരുന്നത്.
അങ്ങനെ അവർ അസീറിയൻ സാമ്രാജ്യത്തിലോട്ട് പ്രവാസത്തിലോട്ട് പോയി. BC 587 യൂദാ രാജ്യം ബാബിലോൺ രാജാവായ നബുക്കദ്നേസർ തോൽപ്പിച്ചു. ആ സമയത്ത് യൂദാ രാജാവ് സെദക്കിയ. ജെറുസലേം ദേവാലയം തകർക്കപ്പെട്ടു. 70 വർഷം ബാബിലോൺ പ്രവാസത്തിലേക്ക് യൂദാ രാജ്യം ബാബിലോൺ പ്രവാസത്തിലോട്ട് പോയി. അങ്ങനെ യൂദാ രാജ്യവും അവിടെ അവസാനിച്ചു. ഈ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ പ്രവാചക ദൗത്യം നിർവഹിച്ചിരുന്ന പ്രവാചകന്മാരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏലിയ, എലീഷ, ആമോസ്, യോന, ഹോസിയ എന്നിവർ ഇസ്രായേലിലെ പ്രവാചകന്മാരായിരുന്നു. യെശയ്യ, ജെറമിയ, ജോയേൽ, ഒബാദിയ, ഹബക്കൂക്ക്, മിക്ക, നാഹും, സെഫാനിയ എന്നിവർ യൂദയായിലെ പ്രവാചകന്മാരായിരുന്നു. പ്രവാസകാലത്തെ പ്രവാചകന്മാരായത് എസക്കിയേൽ, ദാനിയേൽ. 70 വർഷത്തിനു ശേഷം പ്രവാസത്തിൽ നിന്ന് തിരിച്ചു വന്ന് ജെറുസലേം ദേവാലയം പണിത്. പ്രവാസത്തിനു ശേഷമുള്ള പ്രവാചകന്മാർ സഖറിയ, മലാക്കി, ഹഗായി. 1-2 ദിനവൃത്താന്തങ്ങൾ. സാമുവേൽ, രാജാക്കന്മാർ എന്നീ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്ന കാലത്തിൻ്റെയും വ്യക്തികളുടെയും ചരിത്രമാണ് 1-2 ദിനവൃത്താന്തങ്ങളിലും പ്രതിപാദിക്കുന്നത്. സാവൂളിൻ്റെ കാലം മുതൽ ജെറുസലേമിൻ്റെ നാശം വരെയുള്ള ചരിത്രം ഗ്രീക്ക്, ലത്തീൻ പരിഭാഷകളിൽ പാരലിപ്പൊമെന വിട്ടുപോയ കാര്യങ്ങളെന്നാണ് ഗ്രന്ഥങ്ങൾക്ക് പേര് നൽകിയിരിക്കുന്നത്. എന്നാൽ സാമുവേലിലും രാജാക്കന്മാരിലും വിട്ടുപോയ കാര്യങ്ങളോ അവയുടെ വസ്തുനിഷ്ഠമായ ആവർത്തനമോ അല്ല ദിനവൃത്താന്തം. പ്രവാസത്തിൽ നിന്ന് തിരിച്ചെത്തിയതിനു ശേഷം ഇസ്രായേൽ ജനം മുൻകാല ചരിത്രത്തിന് നൽകുന്ന വ്യാഖ്യാനമാണ് ഇത് എന്ന് പറയുന്നതിൽ തെറ്റില്ല. ബാബിലോൺ പ്രവാസകാലത്ത് ബാബിലോണിനെ പേർഷ്യൻ സാമ്രാജ്യം ബാബിലോണിനെ കീഴ്പ്പെടുത്തി. അങ്ങനെ ബാബിലോൺ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ അധീനതയിലാകുന്നു. പേർഷ്യൻ രാജാവായ സൈറസിൻ്റെ വിളംബരം നമുക്ക് 2 ദിനവൃത്താന്തത്തിൻ്റെ ലാസ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. 36-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങളിൽ. ജെറമിയ വഴി കർത്താവ് അരുളിച്ചെയ്ത വചനം നിവൃത്തിയാകേണ്ടതിന് പേർഷ്യ രാജാവായ സൈറസ് ഭരണം തുടങ്ങിയ 1-ാം ആണ്ടിൽ തന്നെ സാമ്രാജ്യത്തിലെങ്ങും ഒരു കൽപ്പന വിളംബരം ചെയ്യാനും അത് എഴുതി പ്രദർശിപ്പിക്കാനും കർത്താവ് അവനെ ഉത്തേജിപ്പിച്ചു. പേർഷ്യ രാജാവായ സൈറസ് ആജ്ഞാപിക്കുന്നു: ആകാശത്തിൻ്റെ ദൈവമായ കർത്താവ് ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളെയും എനിക്ക് കീഴ്പ്പെടുത്തിയിരിക്കുന്നു. യൂദയായിലെ ജെറുസലേമിൽ അവിടത്തേക്ക് ഒരാലയം പണിയാൻ അവിടുന്ന് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. അവിടുത്തെ ജനത്തിൽപ്പെട്ട ആരെങ്കിലും നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ അവൻ പുറപ്പെടട്ടെ. അവൻ്റെ ദൈവമായ കർത്താവ് അവനോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ ഈ വിളംബരത്തിന് ശേഷം തിരിച്ചുപോയ ആദ്യഗണം പ്രവാസികൾ BC 515 ദേവാലയം പണിതീർത്തു ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠ നടത്തുന്നു. എസ്ര, നെഹമ്യ ഈ പുസ്തകത്തിലാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. ദിനവൃത്താന്ത ഗ്രന്ഥങ്ങളിലെ ചരിത്രത്തിൻ്റെ തുടർച്ചയാണ് എസ്ര, നെഹമ്യ. BC 538 ബാബിലോൺ സാമ്രാജ്യം പേർഷ്യക്കാർക്ക് കീഴടങ്ങുന്നു. പ്രവാസികളായ യഹൂദർക്ക് ജെറുസലേമിലേക്ക് തിരിച്ചു പോകുന്നതിനും അവിടെ ചെന്ന് ദേവാലയം വീണ്ടും നിർമ്മിക്കുന്നതിനും അനുവദിക്കുന്ന വിളംബരം പേർഷ്യൻ രാജാവായി സൈറസ് പുറപ്പെടുവിച്ചു. തിരിച്ചുപോയ ആദ്യഗണം പ്രവാസികൾ BC 515 ദേവാലയം പണിതീർത്ത് പ്രതിഷ്ഠിച്ചു. ദേവാലയം നിർമ്മിക്കുന്നതിനും ജെറുസലേമിൻ്റെ മതിലുകളുടെ പണി പൂർത്തിയാകുന്നതിനും സമരിയക്കാരിൽ നിന്നുണ്ടായ വളരെയേറെ പ്രതിബന്ധങ്ങൾ അവർക്ക് തരണം ചെയ്യേണ്ടിയിരുന്നു. പിന്നീട് നെഹമ്യയും രാജാവിൻ്റെ അംഗീകാരത്തോടെ അർത്താക്സസിൻ്റെ പാനപാത്രവാഹകനായിരുന്ന നെഹമ്യ രാജാവിൻ്റെ അംഗീകാരത്തോടെ ജെറുസലേമിലെത്തി അതിൻ്റെ മതിലുകളുടെ പണി പൂർത്തിയാക്കി. നെഹമ്യ രാജാവിൻ്റെ ഉന്നത സ്ഥാനാപതിയായി നിയമിതനായി. എസ്ര നിയമഗ്രന്ഥം ജനങ്ങളുടെ മുമ്പാകെ വായിച്ചു. എസ്രായും നെഹമ്യായും മതനവീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ബാബിലോൺ പ്രവാസത്തിനു ശേഷമുള്ള യഹൂദരുടെ പുനരുത്ഥാനങ്ങളെപ്പറ്റിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രേഖകളാണ് ഈ ഗ്രന്ഥങ്ങൾ.
പിന്നെ തോബിത്തിൻ്റെ പുസ്തകം. BC 721 നിനവയിലേക്ക് നാടുകടത്തപ്പെട്ട യഹൂദരിൽ നഫ്താലി ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് തോബിത്ത്. വിശ്വാസത്തിൻ്റെയും സുഹൃത ജീവിതത്തിൻ്റെയും മാതൃകയായിട്ടാണ് തോബിത്തിനെ അവതരിപ്പിക്കുന്നത്. കുടുംബജീവിതത്തെക്കുറിച്ചും ദാമ്പത്യ വിശുദ്ധിയെക്കുറിച്ചും പല ധാർമ്മികോപദേശങ്ങളും നൽകുന്നതിന് ഗ്രന്ഥകാരന് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ദരിദ്രരോടും മരിച്ചവരോടും കാരുണ്യം കാണിക്കുന്നവരെ ദൈവം ക്ലേശകാലങ്ങളിൽ അനുസ്മരിക്കുകയും അവർക്ക് പ്രതിഫലം നൽകുകയും ചെയ്യുമെന്ന് തോബിത്തിൻ്റെ പുസ്തകത്തിൽ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. തോബിത്തിൻ്റെ മകൻ തോബിയാസും സാറായും വിവാഹിതരാകുന്നു. ദാമ്പത്യ ജീവിതം പരിശുദ്ധമായി ആചരിച്ച അവർ പിശാച് ഭീഷണിയെ അതിജീവിക്കുന്നു. തോബിത്തിൻ്റെ അന്ധത നീങ്ങുന്നു. റഫായേൽ ദൂതൻ വഴിയാണ് ദൈവം ഈ കാര്യങ്ങൾ നിർവഹിച്ചത്. യൂദിത്തിൻ്റെ പുസ്തകം. ഇസ്രായേൽ ജനത്തിന് പലപ്പോഴും വൻ ശക്തികളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ജെറുസലേമിൻ്റെ സുരക്ഷിതത്വവും രാജ്യത്തിൻ്റെ തന്നെ അസ്തിത്വവും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. സ്വന്തം ശക്തി കൊണ്ട് ചെറുത്ത് നിൽക്കാൻ പലപ്പോഴും അവർക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിലാണ് ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലന അവർക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. തീർത്തും അപ്രതീക്ഷിതമായ വിധത്തിലാണ് അവർ പ്രതിസന്ധികളെ തരണം ചെയ്തിട്ടുള്ളത്. അവിടെ ഇസ്രായേലിൻ്റെ രക്ഷയ്ക്കായിട്ട് യൂദിത്ത് എന്ന വിധവ ദൈവഭക്തയായിരുന്ന അവൾ ഹോളോഫർണസിൻ്റെ കൂടാരത്തിൽ കടന്ന് അവനെ വശീകരിക്കുന്നു. അവൻ്റെ തലയുമായി അവൾ ഇസ്രായേൽക്കാരുടെ അടുക്കൽ തിരിച്ചെത്തുന്നു. അങ്ങനെ യൂദിത്തിൻ്റെ ധീരതയും ദൈവജനത്തിൻ്റെ വിജയാഘോഷങ്ങളുമായിട്ട് യൂദിത്തിൻ്റെ പുസ്തകം അവിടെ അവസാനിക്കുകയാണ്. എസ്തറിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, പേർഷ്യൻ സാമ്രാജ്യത്തിൽ വാസമുറപ്പിച്ച യഹൂദർ സമൂലം നശിപ്പിക്കപ്പെടുമെന്ന് ഭീഷണിയുണ്ടായി. ഒരു യുവതി വഴി വിസ്മരണീയമാംവിധം യഹൂദർക്ക് വിമോചനം കൈവന്നു. ഔസേരൂസ് ആയിരുന്നു പേർഷ്യൻ രാജാവ്. BC 485 465 ഇടയിൽ. അദ്ദേഹത്തിൻ്റെ ഉന്നത സ്ഥാനപതിയായിരുന്നു ഹാമാൻ. യഹൂദനായ മൊർദെഖായി രാജാവിൻ്റെ അന്തഃപുര വിചാരിപ്പുകാരനായിരുന്നു. രാജാവ് രാജ്ഞി വാഷ്തിയിൽ അസംതൃപ്തനായി. അവൾക്ക് പകരം യഹൂദയായ എസ്തേറിനെ രാജ്ഞിയാക്കി. എസ്തേർ മൊർദെഖായിയുടെ പ്രതിസഹോദരൻ്റെ മകളും ദത്തുപുത്രിയുമായിരുന്നു. മൊർദെഖായിൽ അസൂയാലുവായി തീർന്ന ഹാമാൻ മൊർദെഖായെ മാത്രമല്ല യഹൂദരെ ഒന്നടങ്കം നശിപ്പിക്കാനായിട്ട് തീരുമാനിച്ച് രാജാവിൽ നിന്നും ഒരു വിളംബരം പുറപ്പെടുവിക്കുകയാണ് ഇസ്രായേൽക്കാരെ വധിക്കാനായിട്ട്. അപ്പോൾ എസ്തേറിലൂടെ ദൈവം ഇടപെട്ട് ആ വിളംബരം ക്യാൻസൽ ചെയ്യുകയും മൊർദെഖായെ വധിക്കാനായിട്ട് ഹാമാൻ തൻ്റെ വീട്ടിലുണ്ടാക്കിയ തൂക്കുമരത്തിൽ ഹാമാൻ വധിക്കപ്പെടുകയും ഹാമാൻ്റെ ആ സ്ഥാനത്തൊട്ട് മൊർദെഖായി നിയമിതരാകുകയൊക്കെ ചെയ്യുന്നതാണ് എസ്തറിൻ്റെ പുസ്തകത്തിലെ പ്രതിപാദ്യം. 1-2 മക്കബായർ പേർഷ്യൻ സാമ്രാജ്യത്തെ ഗ്രീക്ക് സാമ്രാജ്യം തോൽപ്പിക്കുന്നു. അങ്ങനെ ഗ്രീക്ക് സാമ്രാജ്യം അവിടെ ഗ്രീക്ക് സാമ്രാജ്യത്തിൻ്റെ അധീനതയിലാകുന്നു. യവനാചാരങ്ങൾ യഹൂദരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ഗ്രീക്കുകാർ ശ്രമിച്ചു. ഒരു കൂട്ടം യഹൂദർ അവർക്ക് പിന്തുണ നൽകി. ചെറുത്തുനിന്നവർ മതപീഡനങ്ങൾക്ക് വിധേയരായി. BC 175 സെലൂക്കസ് വംശജനായ അന്തിയോക്കസ് എപ്പിഫാനസ് 4 രാജാവായതോടെ സ്ഥിതിഗതികൾ രൂക്ഷമായി. വിഗ്രഹാരാധന നടത്തുന്നതിനും പന്നിമാംസം ഭക്ഷിക്കുന്നതിനും യഹൂദർ നിർബന്ധിതരായി. അനേകം യഹൂദർ മതമർദ്ദനത്തിൽ ജീവാർപ്പണം ചെയ്തു. എന്നാൽ ആയുധമെടുത്ത് മർദ്ദനത്തെ നേരിടാൻ കുറേ പേർ തയ്യാറായി. അവർക്ക് നേതൃത്വം നൽകിയത് പുരോഹിതനായ മത്താത്തിയാസിൻ്റെ പുത്രൻ യൂദാസാണ്. മക്കബായൻ എന്നറിയപ്പെട്ടിരുന്ന യൂദാസിൻ്റെ കൂടെ ചേർന്നവർക്കെല്ലാം മക്കബായർ എന്ന പേര് കിട്ടി. അങ്ങനെ ഉൽപ്പത്തി മുതൽ 2 മക്കബായർ വരെ ചരിത്രപരമായ പുസ്തകം 21 പുസ്തകങ്ങളാണ്. പിന്നീട് ജോബ്. നീതിമാൻ എന്തിന് ക്ലേശങ്ങൾ സഹിക്കണം? കഠിനമായ ക്ലേശങ്ങളിലും ജോബ് എങ്ങനെ അചഞ്ചലനായി നിലകൊണ്ടു, ദൈവത്തെ തള്ളിപ്പറയാതെ നിലകൊണ്ടു. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന്
പറയുന്ന ജോബ്, നമുക്കവിടെ ജോബിൻ്റെ പുസ്തകത്തിൽ വിശ്വാസത്തിൻ്റെ ധീരമായ ഒരു പ്രഖ്യാപനം നമുക്കവിടെ കാണാൻ സാധിക്കും. സങ്കീർത്തനങ്ങൾ ദാവീദ് രാജാവ് രചിക്കപ്പെട്ട സങ്കീർത്തനങ്ങൾ ദാവീദിൻ്റെ കാലത്താണ്. ഒരു പ്രാർത്ഥനാ ഗീതമാണ്, പ്രാർത്ഥന പോലെ. സുഭാഷിതങ്ങൾ, സഭാപ്രസംഗകൻ, ഉത്തമഗീതം, ജ്ഞാനം, ഇതെല്ലാം സോളമൻ രാജാവ് രചിച്ചതായിട്ടാണ് കരുതപ്പെടുന്നത്. പ്രഭാഷകൻ്റെ പുസ്തകം അറിവ് ലഭിക്കാനായിട്ട് വളരെ ഉത്തമമായിട്ടുണ്ട്. യെശയ്യാ മുതൽ മലാക്കി വരെ പ്രവചനങ്ങളാണ്, പ്രവാചകന്മാരുടെ പുസ്തകമാണ്. വലിയ പ്രവാചകന്മാർ യെശയ്യാ, ജെറമിയ, എസെക്കിയേൽ, ദാനിയേൽ എന്ന 4 പേർ. അവരുടെ ഗ്രന്ഥത്തിൻ്റെ ഇടപെടലുകളുടെയും വലിപ്പം കൊണ്ടാണ് വലിയ പ്രവാചകന്മാർ എന്ന് അതിൽ പറയപ്പെടുന്നത്. ചെറിയ പ്രവാചകന്മാർ ഹോസിയ, ജോയേൽ, ആമോസ്, ഒബാദിയ, യോന, മിക്ക, നാഹൂം, ഹബക്കൂക്ക്, സെഫാനിയ, ഹഗായി, സഖറിയ, മലാക്കി, 12 പേർ. പിന്നീട് ബാറൂക്കിൻ്റെ പുസ്തകവും വിലാപങ്ങളും. ബാറൂക്കിൻ്റെ പുസ്തകം ജെറമിയായുടെ പുസ്തകമായി കരുതപ്പെടുന്നു. ജെറമിയായുടെ ശിഷ്യനാണ് ഇത് എഴുതിയത്. വിലാപങ്ങൾ ബാബിലോൺ അടിമത്തത്തിൽ ആയിരുന്നപ്പോൾ ഒരു ദൃക്സാക്ഷി രചിച്ച 5 വിലാപഗാനങ്ങളാണ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. മലാക്കിയുടെ പുസ്തകത്തിന് ശേഷം പുതിയ നിയമ ഗ്രന്ഥമാണ്. യേശുവിൻ്റെ കാലഘട്ടത്തിലോട്ട് കടക്കുകയാണ്. അങ്ങനെ നമുക്ക് ചരിത്ര വഴികളിലൂടെ സഞ്ചരിക്കാൻ സാധിച്ചു. പഴയ നിയമത്തിൽ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ, സംഖ്യ, നിയമാവർത്തനം, അത് തോറ എന്ന്, യഹൂദൻ്റെ തോറായും പഞ്ചഗ്രന്ഥി എന്നും അറിയപ്പെടുന്നു. ഇത് ചരിത്രപരമായിട്ടുള്ള പുസ്തകത്തിൽപ്പെട്ടതാണ്. 21 പുസ്തകങ്ങളുണ്ട്. ജോഷുവ, ന്യായാധിപന്മാർ, റൂത്ത്, 1 സാമുവേൽ, 2 സാമുവേൽ, 1 രാജാക്കന്മാർ, 2 രാജാക്കന്മാർ, 1 ദിനവൃത്താന്തം, 2 ദിനവൃത്താന്തം, എസ്രാ, നെഹമ്യ, തോബിത്ത്, യൂദിത്ത്, എസ്തർ, 1 മക്കബായർ, 2 മക്കബായർ. ഉൽപ്പത്തി മുതൽ 2 മക്കബായർ വരെ ചരിത്രപരമായ ഗ്രന്ഥമാണ്. അതിന് 21 പുസ്തകമാണ് അതിനകത്തുള്ളത്. പ്രബോധനപരമായിട്ടുള്ള 7 പുസ്തകങ്ങളാണ്. ജോബിൻ്റെ പുസ്തകം, സങ്കീർത്തനം, സുഭാഷിതം, സഭാപ്രസംഗകൻ, ഉത്തമഗീതം, ജ്ഞാനം, പ്രഭാഷകൻ. ഇനി പ്രവചനപരമായ ഗ്രന്ഥങ്ങൾ 18 ഗ്രന്ഥങ്ങൾ. യെശയ്യാ, ജെറമിയ, വിലാപങ്ങൾ, ബാറൂക്ക്, എസെക്കിയേൽ, ദാനിയേൽ, ഹോസിയ, ജോയേൽ, ആമോസ്, ഒബാദിയ, യോന, മിക്ക, നാഹൂം, ഹബക്കൂക്ക്, സെഫാനിയ, ഹഗായി, സഖറിയ, മലാക്കി. അങ്ങനെ 18 പുസ്തകങ്ങൾ. ടോട്ടൽ 46. പഴയ നിയമത്തിൽ മൊത്തത്തിൽ 46 പുസ്തകങ്ങളും പുതിയ നിയമത്തിൽ ഇത് കടക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം, മർക്കോസിൻ്റെ സുവിശേഷം, ലൂക്കായുടെ സുവിശേഷം, ഇതിന് സമാന്തര സുവിശേഷം എന്നും പറയപ്പെടുന്നു. പിന്നീട് യോഹന്നാൻ്റെ സുവിശേഷം. അങ്ങനെ 4 സുവിശേഷങ്ങളാണ് നമുക്കുള്ളത്. ഇനി അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ വിവരിക്കുന്ന അപ്പസ്തോലന്മാരുടെ പ്രവർത്തനം. പിന്നീട് പൗലോസിൻ്റെ 14 ലേഖനങ്ങളാണ് റോമാക്കാർക്ക് എഴുതിയത്. 1 കൊറിന്തോസ്, 2 കൊറിന്തോസ്, ഗലാത്തിയ, എഫെസോസ്, ഫിലിപ്പി, കൊളോസോസ്, 1 തെസ്സലോനിക്ക, 2 തെസ്സലോനിക്ക, 1 തിമോത്തിയോസ്, 2 തിമോത്തിയോസ്, തീത്തോസ്, ഫിലമൻ, ഹെബ്രായർ. ഇതിനകത്ത് 1 തിമോത്തിയോസ്, 2 തിമോത്തിയോസ്, തീത്തോസ്, ഫിലമൻ ഇത് വ്യക്തികൾക്ക് എഴുതിയ ലേഖനമാണ്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം പൗലോസിൻ്റെ ശിഷ്യൻ എഴുതിയതാണ് എന്ന് കരുതപ്പെടുന്നു. ഈ സാർവത്രിക ലേഖനങ്ങൾ അത് 7 യാക്കോബ്, 1 പത്രോസ്, 2 പത്രോസ്, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, യൂദാസ്. ഇത് സാർവത്രിക സഭയ്ക്ക് എഴുതിയ ലേഖനങ്ങളാണ്. പിന്നീട് വെളിപാടിൻ്റെ പുസ്തകം. അങ്ങനെ പുതിയ നിയമഗ്രന്ഥത്തിൽ 27 പുസ്തകങ്ങൾ. അങ്ങനെ ബൈബിൾ മൊത്തമായി 73 പുസ്തകങ്ങളുടെ സമാഹാരമാണ് സമ്പൂർണ്ണ ബൈബിൾ. പ്രൈസ് ദി ലോർഡ്.